Hello dear friends, today we will discussing about the topic United Nations Security Council. United Nations Security Councilനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് 6 അംഗങ്ങളാണുള്ളത്, 6 ഓർഗനൈസേഷനാണുള്ളത്. ആ ഒരു ഓർഗനൈസേഷനിലെ ഒരു ഓർഗനൈസേഷനാണ് 6 ഓർഗനൈസേഷനിലെ ഒരു ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഭീഷണി ഉണ്ടാകുന്ന സമയത്തെല്ലാം യോഗം ചേരുന്നതും യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. യുണൈറ്റഡ് നേഷൻ ചാർട്ടർ എസ്റ്റാബ്ലിഷ് 6 മെയിൻ ഓർഗൻസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ, ദാറ്റ് ഈസ് ഇൻക്ലൂഡിംഗ് സെക്യൂരിറ്റി കൗൺസിൽ. It gives a primary responsibility for maintaining the international peace and security to the Security Council, which may meet whenever peace is threatened. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ ചാർട്ടർ പ്രകാരം 6 ഓർഗൻസാണ് യുണൈറ്റഡ് നേഷനിലുള്ളത്. അതിലുള്ള ഒരു ഓർഗനാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൽ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഏതെങ്കിലും സമയത്ത് ഇൻ്റർനാഷണൽ സമൂഹത്തിന് ഒരു സമാധാനത്തിന് ഒരു ഭീഷണി ഉണ്ടാകുന്ന സമയത്തെല്ലാം യോഗം ചേരുന്നതും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഇനി ചാർട്ടർ പ്രകാരം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് 4 പർപ്പസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ടു മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. സെക്കൻഡ് വൺ ടു ഡെവലപ്പ് ഫ്രണ്ട്ലി റിലേഷൻസ് എമംഗ് നേഷൻസ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇടയിൽ, രാജ്യങ്ങൾക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതും സെക്കൻഡ് ഫങ്ഷനാണ്. തേർഡ് വൺ ടു കോപ്പറേറ്റ് ഇൻ സോൾവിങ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് ആൻഡ് ഇൻ പ്രൊമോട്ടിംഗ് റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റ് നടത്തുക. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുക. പിന്നെ മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് പ്രോത്സാഹിപ്പിക്കുന്നതിൽ സഹകരിക്കുക എന്നുള്ളതും തേർഡ് പർപ്പസ് ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ദ സെൻറ്റർ ഫോർ ഹാർമണൈസിങ് ആക്ഷൻ ഓഫ് നേഷൻ. അപ്പോൾ രാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളെ സമന്വയിപ്പിക്കുന്നതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഫോർത്ത് പർപ്പസാണ്. To be the center of harmonizing the action of nation. All members of the United Nations agree to accept and carry out the decisions of Security Council. അപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഡിസിഷൻ എല്ലാ മെമ്പേഴ്സും, യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള എല്ലാ മെമ്പേഴ്സും അത് അംഗീകരിക്കാനും നടപ്പിലാക്കാനും ബാധ്യസ്ഥരാണ്. എല്ലാ അംഗങ്ങളും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. ഇപ്പോൾ whether the other organs of the United Nations make recommendation to the member state, only Security Council has power to make decision that member state are obligated to implement under the charter. ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയുടെ മറ്റ് അവയവങ്ങളുണ്ടല്ലോ, ഓർഗൻസ് ഉണ്ടല്ലോ, ആ ഓർഗൻസ് എല്ലാം അംഗരാജ്യങ്ങൾക്ക് പലതരത്തിലുള്ള ശുപാർശകൾ നൽകുമ്പോൾ ചാർട്ടർ പ്രകാരം, യുണൈറ്റഡ് നേഷൻ്റെ ചാർട്ടർ പ്രകാരം അംഗരാജ്യങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരമാകുന്ന ആ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മാത്രം അധികാരമാണ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മാത്രം അധികാരമാണ് ഈ ചാർട്ടർ പ്രകാരം അംഗരാജ്യങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ മറ്റ് ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് ഓർഗൻസിലെടുത്ത തീരുമാനങ്ങളും എടുക്കുന്നത് നാഷണൽ സുരക്ഷാ കൗൺസിലിൻ്റെ മാത്രം അധികാരമാണ്. ഇനി എന്താണ് ഫസ്റ്റ് ഫങ്ഷൻ? നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഫങ്ഷൻ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ പീസ് ആൻഡ് സെക്യൂരിറ്റി. സുരക്ഷ ഉറപ്പുവരുത്തുക, ഒരു സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സമാധാനവും സുരക്ഷയും നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു സമാധാന ഭീഷണിയെക്കുറിച്ചുള്ള ഒരു പരാതി ഈ കൗൺസിലിൻ്റെ മുമ്പാകെ വരികയാണെങ്കിൽ
ആദ്യ നടപടി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു രണ്ട് കക്ഷികൾ ഒരു സമാധാന മാർഗത്തിലൂടെ ഒരു കരാറിൽ എത്താൻ വേണ്ടി ശുപാർശ ചെയ്യുക എന്നുള്ളതാണ്. When a complaint concerning a threat to the peace is brought before it, and the council first action is usually to recommend that the parties try to reach agreement by a peaceful means. അപ്പോൾ പീസ്ഫുൾ ഒരു സമാധാനപരമായിട്ട് ആ ഒരു കരാറിൽ എത്തിച്ചേരുക എന്നുള്ളത് ശുപാർശ ചെയ്യുന്നത് ആരാണ്? യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ ഒരു കൗൺസിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. എന്താണ് അത്തരത്തിലുള്ള ഉടമ്പടികൾ? ചില കേസുകളിൽ അവരെന്ത് ചെയ്യും? അന്വേഷണം പ്രഖ്യാപിക്കുകയും മധ്യസ്ഥത വഹിക്കുകയും ചെയ്യും. ടു അണ്ടർടേക്ക് ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മീഡിയേഷൻ ഇൻ സം കേസസ്. Next one, dispatch a mission, and third one is appoint a special envoys, and fourth one is request the Secretary General to use his good officers to achieve specific settlement on the dispute. അപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? പിന്നെ കൗൺസിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒരു അന്വേഷണവും ഒരു മധ്യസ്ഥതയും ഏറ്റെടുക്കുകയാണ് ചെയ്യുക. അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും ചില കേസുകളിൽ മാത്രം. പിന്നെ ഒരു ദൗത്യ സംഘത്തെ അങ്ങോട്ട് അയക്കും. പിന്നെ ദൂതന്മാരെ എൻവോയ്സിനെ അയക്കും. പിന്നെ തർക്കം സമാധാനമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി ജനറലിനോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓഫീസ് ഉപയോഗിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ യുക്രൈൻ്റെ കേസിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് യുക്രൈൻ്റെ കേസിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് എങ്ങനെയാണ് ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു തർക്കം ശത്രുതയിലേക്ക് നയിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഫസ്റ്റ് കൗൺസിലിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ കൗൺസിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ തർക്കം ഇങ്ങനെ ശത്രുതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൗൺസിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സംഘർഷം രൂക്ഷമാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. പിന്നെ സൈനിക നിരീക്ഷണം, സമാധാന സേനയൊക്കെ അയക്കും. എന്തിനാണെന്ന് വെച്ചാൽ അവരെ സമാധാനപരമായ വാസസ്ഥലങ്ങൾ തേടാവുന്ന ഒരു ശാന്തത സ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സൈനിക നിരീക്ഷകരെയോ അല്ലെങ്കിൽ സമാധാന സേനയോ അങ്ങോട്ട് അയക്കുന്നത്. ഇനി അടുത്തത് ഇതിനപ്പുറം തന്നെ പിന്നെയും വലിയ പ്രോബ്ലംസ് ശത്രുതയിലേക്ക് നയിക്കുന്ന തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. പിന്നെ ആയുധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. സാമ്പത്തിക പിഴവുകൾ, നിയന്ത്രണങ്ങൾ, പിന്നെ യാത്രാ നിരോധനം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തും. പിന്നെ നയതന്ത്രം തന്നെ വിച്ഛേദിക്കാനുള്ള ഒരു കാരണമാകും. പിന്നെ ഉപരോധം മാത്രമല്ല, ഒരു കൂട്ടായിട്ടുള്ള ഒരു സൈനിക നടപടി പോലും ഈ ഒരു ഘട്ടത്തിൽ ഏർപ്പെടുത്തും. പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. When a dispute leads to the hostilities, the council primary concern is to bring them on to end as soon as possible. In case the council may issue a ceasefire directives can help to prevent the escalations of the conflict. The next one is that dispatch military observers and peacekeepers to help reduce the tensions and separate opposition forces and establish a calm in which a peaceful settlement may be sought. Beyond of this purpose, the council may opt for enforcement measures that's including economic sanction, arms embargoes and financial penalties and restriction, and travel bans and severance of diplomatic relations and blockade and even collective military actions. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഓർഗനൈസേഷൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ആദ്യമായിട്ട് 17 ജനുവരി 1946 ആദ്യമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ഫസ്റ്റ് സെക്ഷൻ നടന്നത്. ഇത് വെസ്റ്റ്മിൻസ്റ്റർ ലണ്ടനിലെ ചർച്ച് ഹൗസിൽ വെച്ചിട്ടാണ്. വെസ്റ്റ്മിൻസ്റ്റർ ലണ്ടനിൽ വെച്ചിട്ടാണ് ആദ്യം നടന്നത്. പിന്നീട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനൻറ്റ് റെസിഡൻസ് യുണൈറ്റഡ് നേഷൻ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് ന്യൂയോർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അതിനുശേഷം 1972 എത്യോപ്യയിലും അദീസ് അബാബയിലും പിന്നെ പനാമ സിറ്റിയിൽ, ജനീവയിൽ,
1990 ജനീവയിലൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എല്ലാ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഓരോ രാജ്യത്തിൻ്റെയും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ വേഗം ഒത്തുകൂടാൻ വേണ്ടിയിട്ടും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് അത്തരത്തിലൊരു പെർമനൻ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉള്ളത്. ഓൾ ടൈംസ് മെമ്പേഴ്സ് ആയിരിക്കും യുണൈറ്റഡ് നേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവരായി പ്രവർത്തിക്കുന്നത്. The Security Council held first session on 17th January 1946 at Church House, Westminster, London. Since its first meeting, the Security Council has taken the permanent residence at the United Nations Security Quarters in New York City. As this changed the permanent residence on United Nations headquarters in New York City. It also traveled to many cities, that's including the first holding sections in Addis Ababa, Ethiopia in 1972, and in Panama and in Geneva, Switzerland in 1990. And another important factor of this organization is that a representative of each of these members must be present in all times at United Nations headquarters, so that the Security Council can meet any time as need arises. That is important information of United Nations Security Council. And another one is what is the functions and powers of this United Nations Security Council. First function and power is that United Nations under the United Nations Charter, there is so much functions and powers. First one, that is to maintain international peace and security in accordance with the principle and purpose of United Nations. The second one is to investigate any dispute regarding the international regarding the situations or which might lead to the international friction. And third one is to recommend the method for adjusting such problems and disputes for the terms of settlement. And fifth one is to formulate the plans for the establishment of systems to regulate armaments. അപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട അധികാരങ്ങളും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും അധികാരങ്ങളും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളും ഉദ്ദേശങ്ങളും അനുസൃതമായിട്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്താണ്? അന്താരാഷ്ട്ര സംഘർഷത്തിലേക്ക് നയിച്ചേക്കാവുന്ന എന്തെങ്കിലും തർക്കമോ അല്ലെങ്കിൽ സാഹചര്യമോ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തർക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം സെൻറ്റിമെൻ്റൽ നിബന്ധനകൾ അത് ക്രമീകരിക്കുന്നതിനുള്ള ഒരു ശുപാർശ ചെയ്യാനും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് അധികാരമുണ്ട്. പിന്നെ ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് അധികാരമുണ്ട്. ഇനി അടുത്തതാണ് ടു ഡിറ്റർമിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ത്രെറ്റ് ആൻഡ് പീസ് ഓർ ആക്ട് അഗ്രഷൻ ആൻഡ് ടു റെക്കമെൻഡ് വാട്ട് ആക്ഷൻ ടു ബി ടേക്കൺ. സമാധാനത്തിനോ അല്ലെങ്കിൽ ആക്രമണത്തിനോ ഭീഷണിയുണ്ടോ എന്ന് നിർണ്ണയിക്കാനും അത് എന്ത് നടപടിയാണ് സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്യാനുമുള്ള അധികാരം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ടു കോൾ ദ ഓൾ മെമ്പേഴ്സ് ടു അപ്ലൈ എക്കോണമിക് സാങ്ഷൻ ആൻഡ് അതർ മെഷർമെൻറ്റ് ടു നോട്ട് ഇൻവോൾവിങ് ദ യൂസ് ഫോഴ്സ് ടു പ്രിവെൻറ്റ് ദ സ്റ്റോപ്പ് അഗ്രഷൻ. ഇപ്പോൾ ആക്രമണം തടയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു ബലപ്രയോഗം മാത്രമല്ല, ഒരു സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് അംഗരാജ്യങ്ങൾ എടുക്കണമെന്ന് ആവശ്യപ്പെടുക എന്നുള്ളതും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഒരു ആക്രമണക്കെതിരെ ഒരു സൈനിക നടപടി എടുക്കാനും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് പറ്റും. ടു ടേക്ക് എ മിലിറ്ററി ആക്ഷൻ അഗെയിൻസ്റ്റ് ആൻ അഗ്രഷൻ. പിന്നെ ന്യൂ മെമ്പേഴ്സിൻ്റെ പ്രവേശനം ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് പറ്റും. ടു റെക്കമെൻഡ് ആൻ അഡ്മിഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. പിന്നെ ടു എക്സസൈസ് ദ ട്രസ്റ്റിഷിപ്പ് ഫങ്ഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് സ്ട്രാറ്റജിക് ഏരിയാസ്. തന്ത്രപ്രധാന മേഖലകളിൽ ഐക്യരാഷ്ട്രസഭയുടെ ട്രസ്റ്റിഷിപ്പ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും പറ്റും. പിന്നെ ജനറൽ അസംബ്ലിയിലേക്ക് സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നതിനും അസംബ്ലിയുമായിട്ട് ചേർന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിനും ഉള്ള അധികാരമാണുള്ളത്. അത് റെക്കമെൻഡ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ്.